Hi everyone. Our next important topic is the structure of financial market. We should know what are the important structure of a financial market and through how they are working and all. It's an important factor. നമ്മൾ സ്ട്രക്ചർ പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ല കേട്ടോ, ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ് പറഞ്ഞത്. The structure of Indian capital market has its distinct features. Broadly speaking, the capital market is classified into two categories. അതായതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ഓൾഡ് എക്സിസ്റ്റിംഗ് ഇഷ്യൂ മാർക്കറ്റ്. ഇതാണ് അതിന് പറയുന്ന വേറെ പേര്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ബ്രോട്ട് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിനകത്ത് വാങ്ങിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ നേച്ചർ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുള്ളത്. However, on the basis of the type of institution involved in the capital market, it can be classified into various categories such as the government securities market or gilt-edged market. Government securities market അല്ലെങ്കിൽ gilt-edged market എന്ന് പറയും. Industry securities market, development financial institution and financial intermediaries. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ അതിന് നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദീസ് കമ്പോണൻറ്റ്സ് ഓഫ് സ്പെസിഫിക് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി ഇതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിന് അത് നമ്മൾ കൃത്യമായിട്ട് ആ ഡയഗ്രത്തിനകത്ത് പറയുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, അത് ക്യാപിറ്റൽ മാർക്കറ്റ് വരുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യയിൽ വരുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ സ്ട്രക്ചറിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ വീണ്ടും ന്യൂ ഇഷ്യൂ മാർക്കറ്റെന്നും ഓൾഡ് ഇഷ്യൂ മാർക്കറ്റെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓൾഡ് ഇഷ്യൂ മാർക്കറ്റിനെ വീണ്ടും നമ്മൾ IFCI, ICICI, SFCI, അങ്ങനെയുള്ള പല ഡെവലപ്മെൻറ്റ് ബാങ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഗെയിൻ അതിന് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ അതിനകത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിവിഷനിലോട്ടാണ് പോകുന്നത്. എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചർ? ഫസ്റ്റ് വരുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എ gilt-edged മാർക്കറ്റ്. ദിസ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഫോർ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോർ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ്റും അർദ്ധ ഗവൺമെൻറ്റും ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ബാക്ക്ഡ് RBI ബാക്ക് ചെയ്തിട്ടുള്ള റിസർവ് ബാങ്ക് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് gilt-edged മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ദിസ് ഇസ് എ മാർക്കറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ്, ദാറ്റ് ഈസ് മാർക്കറ്റ് ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ കോർപ്പറേറ്റ് ഫേംസ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സച്ച് ഇൻസ്ട്രുമെന്റ്സ് ടേക്ക് പ്ലേസ് ഇൻ ദിസ് മാർക്കറ്റ്. അപ്പോൾ ഷെയർസും ഡിബഞ്ചേഴ്സിൻ്റെ എല്ലാം ബൈയിങ്ങും സെല്ലിങ്ങും എല്ലാം വരുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൃത്യമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഷെയർസ് എന്താണ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് നമ്മളുടെ ഓരോ എന്ത് സെക്യൂരിറ്റീസും അല്ലെങ്കിൽ എന്ത് അസറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ഷെയർ എടുക്കും. അതിനെയാണ് ഷെയർ എന്ന് പറയുക. ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബോണ്ട് ഓർ അതർ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് unsecured by collateral. This debentures have no collateral backing. They must rely on the credit worthiness of reputation of the issuer and support. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബോണ്ടാണ് അല്ലെങ്കിൽ അതർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഡിബഞ്ചർ ഈസ് എ ലോങ് ടേം ബോണ്ട് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഓർ എൻ unsecured loan that is company issued without pledge or asset. അതായത് നമുക്കൊരു അൺസെക്യൂർഡ് ആയിട്ടുള്ളൊരു ലോണ് വിത്തൗട്ട് എനി പ്ലഡ്ജും ഇതല്ലാതെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. ആൻഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ബോണ്ട് ഇഷ്യൂഡ് ബൈ എ പവർ കമ്പനി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിബഞ്ചർ കേട്ടോ. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ബോണ്ടാണ്. ലോങ് ടേം ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്ന ഡിബഞ്ചർ എന്നുള്ളൊരു പേരിൽ പറയുന്നത്. ഇനി എന്താണ് ബോണ്ട്? ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ബോണ്ട് ഈസ് എ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ദാറ്റ് റെപ്രസെന്റ് എ ലോൺ മെയ്ഡ് ബൈ എൻ ഇൻവെസ്റ്റർ ടു എ ബോറോവർ. നമ്മൾ എന്താണ്, ഇതൊരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ആണ്. അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ലോൺ മെയ്ഡ് ബൈ എൻ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇൻവെസ്റ്റർ എന്ന് പറയുക. ടു എ ബോറോവർ, കടം വാങ്ങിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാം? ബോണ്ട് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടേം ബോണ്ട് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ buying and selling of such an instrument take place in this market. This market is further classified into two types such as new issue market primary and old existing market secondary.
In primary market, fresh capital is raised by the companies by issuing new shares, bonds, units of mutual funds and debentures. ഇതൊക്കെയാണ് നടക്കുന്നത്. However, in the secondary market already existing, that is old shares and debentures are traded. പഴയതായിട്ടുള്ള ഷെയർസും പഴയ ഡിബഞ്ചേഴ്സ് എല്ലാം അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ന്യൂവിനകത്താണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. This trading take place through the registered stock exchange. In India, we have 3 prominent stock exchanges. ഏതൊക്കെയാണ്? They are the Bombay Stock Exchange, National Stock Exchange and the Over-Counter Exchange of India. ഈ 3 പേരുകൾ നിങ്ങൾ പഠിക്കണം. അതാണ് അടുത്തത് പറയുന്നത് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ DFIS സ്ട്രക്ചറിനകത്ത് വരുന്ന അടുത്തതാണ്. അതായത് ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ദിസ് കംപ്രൈസ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. These can be special purpose institutions like IFCI, ICICI, SFCS, ADBI, IABI, UTI, etc. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ഇടനിലക്കാർ എന്തൊക്കെയാണെന്നാണ്. The fourth important segment of Indian capital market is a financial intermediaries. This comprises various merchant banking institution. ശ്രദ്ധിക്കണം, അതിനകത്ത് വരുന്നത് മെർച്ചന്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ടുകൾ കേട്ടിട്ടുണ്ടാവും, ലീസിംഗ് ഫിനാൻസിംഗ് കമ്പനീസ്, ഫിനാൻസിംഗ് കമ്പനിക്ക് ലീസ് കൊടുക്കുന്നവർ, വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് വരുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ നമ്മളുടെ ഡീറ്റെയിൽസിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ലീസിംഗ് ഫിനാൻഷ്യൽ, പിന്നെ പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഈക്വിറ്റിയാണ് ആൻഡ് എ ടൈപ്പ് ഓഫ് ഫിനാൻസിംഗ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ടു സ്റ്റാർട്ടപ്പ് കമ്പനീസ്, എ സ്മോൾ ബിസിനസ് ദാറ്റ് ആർ ബിലീവ് ടു ഹാവ് ലോങ് ടേം ഗ്രോത്ത്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ഫോം ഓഫ് പ്രൈവറ്റ് ഈക്വിറ്റി ആൻഡ് എ ടൈപ്പ് ഓഫ് ഫിനാൻസിങ്, ഒരു തരത്തിലുള്ള ഒരു ഫിനാൻസിങ് ആണ്. ദാറ്റ് അത് ആർക്കാ കൊടുക്കുന്നത്? ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുകയാണ് ടു സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആൻഡ് സ്മോൾ ബിസിനസ്. ഒരു കമ്പനിക്ക് പുതുതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മൂലധനം നമ്മളൊരു പുതുതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ. ഇതെല്ലാം വരുന്നത് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിലാണ്. ദെൻ സെബി റെഗുലേറ്റ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചറിനകത്ത് വരുന്നത്. സെബി എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്, എ പ്രോപ്പർ കോർഡിനേഷൻ എമോങ് എബവ് ഓർഗനൈസേഷൻസ് ആൻഡ് സെഗ്മെന്റ് ഈസ് നെസസറി. In order to regulate, promote and direct the progress of the Indian capital market, the government has set up Securities and Exchange Board of India. നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. Another part in structure of Indian capital market is composed of the source of demand for and supply of long-term capital. നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ആൻഡ് സപ്ലൈ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, സ്ട്രക്ചറിന്റെ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എല്ലാം പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയുന്ന വേറൊരു കാര്യമാണ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റലും സപ്ലൈ ഫോർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ കംസ് ഫ്രം വേരിയസ് കാറ്റഗറീസ് ഓഫ് ബോറോവേഴ്സ്. ആരിൽ നിന്നാണ്? വേരിയസ് കാറ്റഗറീസ് ഓഫ് ബോറോവേഴ്സ് സച്ച് ആസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റീസ് ആൻഡ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിംഗ് ഗ്രൂപ്പ്സ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇവരിൽ നിന്നൊക്കെയാണ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ വരുന്നത്. ഇൻ ഇന്ത്യ, ദ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ ഡിമാൻഡ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് ഓൺ അക്കൗണ്ട് ഓഫ് വൈഡ് സ്പ്രെഡ് എക്സ്പാൻഷൻ ഓഫ് ദ പബ്ലിക് സെക്ടർ ഇനീഷ്യേറ്റഡ് ബൈ ദ പ്ലാനിംഗ് era. നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ ഡിമാൻഡ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് ഓൺ അക്കൗണ്ട് ഓഫ് വൈഡ് സ്പ്രെഡ് എക്സ്പാൻഷൻ ഓഫ് പബ്ലിക് സെക്ടർ ഇനീഷ്യേറ്റ്. പബ്ലിക് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദർ ഹാസ് ബീൻ എൻ ഇൻക്രീസിംഗ് ട്രെൻഡ് ഓഫ് പബ്ലിക് ബോറോയിങ് ഇൻ ദ കൺട്രി ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 3 decades. The centralized and state government as well as the local public bodies have floated loans by issuing securities, bonds, etc. In the private sector, a large demand for various long-term capital comes from. അത് ഒരുപാട് ഡിമാൻഡ് പ്രൈവറ്റ് സെക്ടറിനകത്തുണ്ട്. ദ കമ്പനീസ് റൈസ് ഫണ്ട്സ് ബൈ ദ ഫോളോയിങ്. എങ്ങനെയൊക്കെയാണ് കമ്പനീസ് ഫണ്ട് റൈസ് ചെയ്യുന്നതെന്നാണ്? ഇഷ്യൂയിങ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, സെല്ലിംഗ് ഡിബഞ്ചേഴ്സ് എല്ലാം വിൽക്കുന്നു, ബോറോയിങ് ഫ്രം സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ഡെവലപ്മെന്റ് ബാങ്കുകളിൽ നിന്നെല്ലാം ബോറോ ചെയ്യുന്നു, ഇൻവൈറ്റിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫ്രം ദ ജനറൽ പബ്ലിക്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ജനറൽ പബ്ലിക്കിൻ്റെ ഒന്നും കൂടി ഇൻവൈറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ വരുന്നത്. വളരെ ഷോർട്ടാണത്. യു ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ആസ് എ ലിറ്റിൽ small points. The another one is supply of capital. There are many channels for the supply of funds to the capital market.
സപ്ലൈ എന്താണ്, ഡിമാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സപ്ലൈ വരുന്നത് അല്ലേ. അപ്പോൾ ദർ ഹാസ് ബീൻ മെനി ചാനൽസ്, ഒരുപാട് ചാനൽസ് ഉണ്ട് സപ്ലൈ ഓഫ് ഫണ്ട്സ് ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വരുന്നതിന് വേണ്ടിയിട്ട്. A large part of funds is obtained directly from individual investors through equity and capital. Equity capital കിട്ടുന്നത്. In India, there are terms financing institutions like the Industrial Restructuring Corporation of India. അതൊക്കെയാണ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ നടക്കുന്നത്. ഫസ്റ്റ് വൺ Industrial Restructuring Corporation of India and the Unit Trust of India (UTI), which are playing a very significant role in industrial finance since independence. ഇൻഡിപെൻഡൻസിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് റിവീൽസ് എ ട്രെൻഡ് ഓഫ് ലോൺ സാങ്ഷൻ ടു ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ബൈ ടേം ഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. In the capital market of India, there are other sources known as financial intermediaries. They are the Life Insurance Corporation and the other insurance companies. അതൊക്കെയാണ് നമ്മളുടെ other intermediaries എന്ന് പറയുന്നത്. It may be observed that within 2 years, 78 to 18, the loan sanctioned by the terms financing institution has increased by more than 60% മേലെ ഇൻക്രീസ് ചെയ്തെന്നാണ് പറയുന്നത്. Again, in recent years, provident funds are becoming a very significant medium of saving for the working classes. Recent yearsലാണ് provident funds എന്ന് പറയുന്ന ഫണ്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട്സും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെയർ മണി ഡസ് നോട്ട് ഫ്ലോ. അത്രയും പറഞ്ഞാൽ മതി ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് ആ പോയിന്റുകൾ നമുക്കൂടി ആഡ് ചെയ്യാം. ബാങ്ക്സ് അണ്ടർ റൈറ്റ് ഷെയർസ് ആൻഡ് ദ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. അണ്ടർ റൈറ്റ് എന്ന് വെച്ചാൽ എഴുതി തള്ളി വിടുകയാണ്. ദർ ആർ ഹവിയർ certain inherent factors which restrict the scope of Indian commercial banks in the field of term. ഇതൊന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ആ രണ്ടും എന്താണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വരുന്നത്. ഒരു ഷോർട്ട് essay ടൈപ്പിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.